ഗാലപ്പ് ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷന്റെ പ്രിലിംസ് റൗണ്ടിലെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ടെൽകോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടാറ്റ മോട്ടേഴ്സിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ വ്യവസായിയാണ് സുമന്ത് മുൽഗോക്കർ. നമുക്ക് പലർക്കും സുപരിചിതമായ വാഹന ലോകത്ത് നമുക്ക് പലർക്കും അറിയപ്പെടുന്ന എന്ത് ആണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനായ സവ്ലാറാം ഹാൽദങ്കർ തൻ്റെ മകൾ ഗീത ഹാൽദങ്കറിനെ മോഡലാക്കി വരച്ച ഈ ചിത്രത്തിൻ്റെ പേരും ലോക പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞയുടെ അപരനാമവും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. മറ്റൊരു മേഖലയിലും പ്രശസ്തി നേടിയ ഈ ഗണിതശാസ്ത്രജ്ഞ ആരാണ്? ഈ പ്രദേശത്തിന് പേര് വന്നത് ഫാൽക്കൺ പക്ഷിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ്. 1984 ഈ പ്രദേശത്തിന് പ്രസ്തുത പേര് നൽകിയ ഷെരീഖ് അൻസാറുള്ള ഈ പേര് തെരഞ്ഞെടുത്തത് പ്രശസ്ത കവി അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഖാൽ ഇ ജിബിരിൽ എന്ന കവിതയിൽ നിന്നാണ് എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇതേ പേരിലുള്ള ഫാൽക്കൺ പാകിസ്ഥാൻ വ്യോമസേനയുടെ ലോഗോയിലും കാണപ്പെടുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ അപരനാമവും ഇതാണ്. രാജകീയ പൂന്തോട്ടം എന്ന അർത്ഥം വരുന്ന ഏത് പ്രദേശത്തിൻ്റെ പേരിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? സ്കാൻഡിനേവിയൻ പുരാണ കഥകളിലും നാടോടി കഥകളിലും പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക തരം ജീവികളാണ് ഇവർ. ഇവരുടെ പേര് വന്നത് പുരാതന നോർസ് ഭാഷയിൽ കള്ളന്മാരെയും രാക്ഷസന്മാരെയും സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന വാക്കിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നാം ഈ വാക്ക് ഉപയോഗിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. ഏതാണ് ഈ വാക്ക്? നിലവിൽ ഐ ലീഗിലെ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏക ക്ലബ്ബാണ് ഇത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജൂബിലി ക്ലബ് എന്ന പേരിലാണ് ഇത് രൂപം കൊണ്ടത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ലീഗായ കൽക്കട്ട ഫുട്ബോൾ ലീഗ് നേടിയ ആദ്യ ഇന്ത്യൻ ടീം, ഇന്ത്യ സ്വതന്ത്രമായ ശേഷം വിദേശ മണ്ണിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ചാമ്പ്യന്മാരായ ആദ്യ ഇന്ത്യൻ ടീം എന്നീ റെക്കോർഡുകളിൽ സ്വന്തം പേരിലുള്ള ഈ ക്ലബ്ബ് ഏതാണ്? ബ്രിട്ടീഷ് അധീനതയിലുള്ള യൂറോപ്പിലെ ഒരു സ്വയംഭരണ പ്രദേശത്തിൻ്റെ പതാകയാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഈ പ്രദേശത്തിന് പേര് വന്നത് ഉമവി ഖലീഫയായിരുന്ന അൽ വലീദ് അബ്ദുൽ മലിക്കിൻ്റെ സൈന്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സൈന്യാധിപനായിരുന്ന തോരിഖ് ഇബ്നു സിയാദിൻ്റെ പേരിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. അറബി ഭാഷയിൽ തോരിഖിൻ്റെ പർവ്വതം എന്ന വാക്കിൽ നിന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര് ഉണ്ടായത്. ഭൂമിശാസ്ത്രപരമായ വളരെയധികം പ്രാധാന്യമുള്ള മേഖലകളിലൊന്നും ഇതേ പേരിൽ അറിയപ്പെടുന്നു. ഏതാണ് ഈ പ്രദേശം? അർത്ഥശാസ്ത്രം രചിച്ച ചാണക്യനിൽ നിന്നും വിവേകശാലികളായ പ്രായമായ ആളുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രാൺ കുമാർ ശർമ്മ സൃഷ്ടിച്ച ഈ കോമിക് കഥാപാത്രത്തിനെ ഈയിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഗംഗ ശുചീകരണ പരിപാടിയായ നമാമി ഗംഗയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കുകയുണ്ടായി. ഏതാണ് ഈ കഥാപാത്രം? മഹാരാഷ്ട്രയിലെ ഖഡക്വാസ്ലിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ഭരണനിർവഹണ കാര്യാലയം ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരോടുള്ള ആദരവ് എന്ന നിലയിൽ ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള തുക ഈ രാജ്യം സംഭാവന ചെയ്തിരുന്നു. ഈ തുകയാണ് NDA സ്ഥാപിക്കുന്നതിൽ സഹായകമായത്. ഒരു ഇന്ത്യക്കാരൻ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഈ രാജ്യം ഏതാണ്? തമിഴ്നാട്ടിലെ തുളസീന്ദ്രപുരം എന്ന ഗ്രാമം ഈയിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഏകദേശം 245ഓളം വർഷം നീണ്ടുനിന്ന ഒരു ചരിത്രം തിരുത്തി കുറിച്ച ഏത് വ്യക്തി കാരണമാണ് ഈ ഗ്രാമം വാർത്താ പ്രാധാന്യം നേടിയത്? തുർക്കി തൊപ്പി, റൂമി തൊപ്പി എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഈ തൊപ്പിയുടെ
മറ്റൊരു പേര് വന്നത് ഒരു ആഫ്രിക്കൻ നഗരത്തിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പ്രവർത്തനക്ഷമമായ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഇദ്രീസ് സാമ്രാജ്യ സ്ഥാപകൻ ഇദ്രീസ് ഒന്നാമനാണ് സ്ഥാപിച്ചത്. ഈ നഗരം സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ഇദ്രീസ് ഒന്നാമൻ ഉപയോഗിച്ചിരുന്ന ആയുധത്തിൻ്റെ അറബി വാക്കിൽ നിന്ന് പേര് ലഭിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ നഗരം ഏതാണ്? അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളായ 4 വ്യക്തികളുടെ പേരാണ് താഴെ നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ എന്നതിന് പുറമെ മറ്റൊരു ജോലിയിലും ഇവർ തങ്ങളുടെ കഴിവ് തെളിയിച്ചിരുന്നു. അവരാരൊക്കെയൊന്ന് നോക്കാം. 1974 തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ ഗ്ലെൻ, 1977 തിരഞ്ഞെടുക്കപ്പെട്ട ഹാരിസൺ ഷ്മിറ്റ്, 1982 തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ സ്വീഗർഡ്, 2020 തിരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കെല്ലി. ഇവർ മുൻപ് ഏത് ജോലി അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 247 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ഈ നഗരത്തിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മാരത്തൺ മത്സരം 1897 ആരംഭിച്ചത്. 2007 ഈ മാരത്തൺ മത്സരത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പങ്കെടുത്തതിലൂടെ സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് മാരത്തൺ പൂർത്തിയാക്കുന്ന ആദ്യ വ്യക്തി എന്ന ബഹുമതി സ്വന്തമാക്കി. ഏത് നഗരത്തിലായിരുന്നു ഈ മാരത്തൺ മത്സരം നടന്നത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വർഷം അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഈ ബ്രാൻഡ് 1969 പെരമ്പൂരിലെ റെയിൽവേ ക്വാർട്ടേഴ്സിലെ അടുക്കളയിലാണ് തുടങ്ങിയത്. ഡോക്ടർ VP സിദ്ധൻ ആരംഭിച്ച ഈ സോപ്പ് ബ്രാൻഡിന് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഹാൻഡ്മെയ്ഡ് സോപ്പ് എന്ന ഖ്യാതിയുണ്ട്. ആദ്യകാലത്ത് ഡോക്ടർ സിദ്ധൻ തൻ്റെ രോഗികൾക്കായി നിർമ്മിച്ച് പിന്നീട് ലോക പ്രശസ്ത ബ്രാൻഡായി മാറിയ ഈ സോപ്പ് ഏതാണ്? 3 വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ഈ പ്രശസ്തയായ വനിത ശാസ്ത്രജ്ഞയെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം തേടിയെത്തിയ സമയത്ത് ക്യാൻസർ രോഗ ചികിത്സയിലായിരുന്നു. അവർ സമ്മാനം സ്വീകരിക്കാൻ എത്തി എങ്കിലും മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ ഇവരെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരുടെ 6 വനിതാ സഹപ്രവർത്തകർ രൂപം കൊടുത്ത ഒരു കൂട്ടായ്മയാണ് MM ഷീൽഡ്. ആരായിരുന്നു ഈ ശാസ്ത്രജ്ഞ? ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജന സമയത്ത് മുഹമ്മദ് അലി ജിന്ന ഇതിന്മേൽ അവകാശവാദം ഉന്നയിക്കാതിരുന്നതിനാൽ പുതിയ 2 രാജ്യങ്ങളും ഇത് സംബന്ധമായ പ്രത്യേക തർക്കങ്ങൾ ഒന്നും നിലനിന്നിരുന്നില്ല. ഇതിൻ്റെ ചരിത്രം കാരണം ഇരു രാജ്യവും ഇതിൽ അവകാശം ഉന്നയിക്കില്ല എന്ന് ജിന്ന വിശ്വസിച്ചിരുന്നത്രേ. എന്നാൽ മൗണ്ട് ബാറ്റനെ കണ്ട് അത് തൻ്റെ രാജ്യത്തിന് വേണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടിരുന്നു. മൗണ്ട് ബാറ്റൻ അത് നൽകുകയും ചെയ്തു. ഈ സംഭവം മേഖലയിലെ പാകിസ്ഥാൻ്റെ സ്ഥാനം കുറയാൻ കാരണമാകുമെന്ന് വിശ്വസിച്ച ജിന്ന ഈ കാര്യം അറിഞ്ഞതോടെ ക്ഷുഭിതനായി. ഇതിൻ്റെ ഉത്ഭവം വെച്ച് കണക്കാക്കുമ്പോൾ പാകിസ്ഥാൻ ആയിരുന്നു ഇതിൻ്റെ ശരിയായ അവകാശികൾ. എന്തിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ലഘു പോർ വിമാനമാണ് തേജസ്. ഇതിൽ ആദ്യമായി ഒരു വനിത സഞ്ചരിച്ചത് 2019 ബംഗളൂരുവിൽ വെച്ചായിരുന്നു. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഈ വനിത ആരായിരുന്നു? റിയോ ഡി ജനീറോയിലെ നാഷണൽ ഒബ്സർവേറ്ററി ഓഫ് ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകനായ ഒരു മലയാളിയുടെ പേരിൽ ഏകദേശം 3700 മൈൽ നീളമുള്ള ആമസോൺ നദിക്ക് സമാന്തരമായി ഒഴുകുന്ന ഒരു ഭൂഗർഭ നദി അറിയപ്പെടുന്നുണ്ട്. ഒരു മലയാളിയുടെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏക നദിയും ഇതാണ്. കോഴിക്കോട് സ്വദേശിയായ ഇദ്ദേഹത്തിൻ്റെ പേരും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ സ്വഹാബിമാരിൽ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പേരും ഒന്നാണ്. ഏതാണ് ഈ നദി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് എന്താണ്? 2020 പുറത്തിറങ്ങിയ ഒരു സാമൂഹിക മാധ്യമ ആപ്പാണ് സെക്യൂർ ഫോർ ദി ഇൻ്റർനെറ്റ്.
സായ് ശങ്കർ എന്ന വ്യക്തി ഡിസൈൻ ചെയ്ത ഈ ആപ്പ് ഏത് പ്രശസ്ത സ്ഥാപനം അല്ലെങ്കിൽ സംഘമാണ് പുറത്തിറക്കിയത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഫ്ഗാൻ അമേരിക്കൻ എഴുത്തുകാരൻ ഖാലിദ് ഹുസൈനിയുടെ 4ാമത്തെ നോവലാണ് സീ പ്രയർ. 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏത് പ്രത്യേക സംഭവമാണ് ഈ കൃതി എഴുതുന്നതിന് എഴുത്തുകാരനെ പ്രധാനമായും സ്വാധീനിച്ചത്? UAE-യിലെ പ്രശസ്തമായ ഷെയ്ഖ് സായിദ് മസ്ജിദിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് താഴെ കാണുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 2 രാജ്യങ്ങൾക്കായി കളിച്ച അപൂർവം ചില വ്യക്തികളിൽ ഒരാളായ ഈ താരം ഏതാണെന്ന് തിരിച്ചറിയുക. ഇറാനിലെ ഗുദ്രോസ് ഗോത്രത്തിൽ നിന്ന് പേര് ലഭിച്ച ഒരു കമ്പനിയാണ് ഗോദ്രേജ് കമ്പനി. 1897-ൽ ഒരു പുട്ടു നിർമ്മാണ കമ്പനിയായാണ് ആർദേശിൽ ഗോദ്രേജ് കമ്പനി ആരംഭിച്ചത്. പിന്നീട് ഇന്ത്യയിൽ ആദ്യമായി ലോക്കർ നിർമ്മാണം ആരംഭിച്ച ഈ കമ്പനി തന്നെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷന് വേണ്ട ബാലറ്റ് ബോക്സുകൾ നിർമ്മിച്ചു നൽകിയത്. 1919-ൽ ഇവർ മൃഗങ്ങളുടെ കൊഴുപ്പില്ലാതെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സോപ്പ് ഗോദ്രേജ് അവരുടെ കമ്പനിയുടെ തുടക്കവുമായി ബന്ധപ്പെടുത്തി എന്ത് പേരാണ് ഈ സോപ്പിന് നൽകിയത്? ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസറായ സത്യഭാമ ദാസ് ബിജു 17 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു കണ്ടെത്തൽ ഈയിടെ വാർത്തകളിൽ വീണ്ടും ഇടം നേടിയിരുന്നു. അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തെ ലോകാരോഗ്യ സംഘടന തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭവമാകും. ഈ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കാരണം അദ്ദേഹം ഇന്ത്യയുടെ എന്ത് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു തരം ആൽഗയാണ് താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഈ ആൽഗയുടെ സാന്നിധ്യം നിമിത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു കടലിന് പ്രസ്തുത പേര് ലഭിച്ചത്. നാവികരുടെ പേടി സ്വപ്നമായി കണക്കാക്കപ്പെടുന്ന പ്രദേശങ്ങളിലൊന്നായ ഈ കടലാണ് ലോകത്തിൽ കര അതിർത്തിയില്ലാത്ത ഏക കടലായി കരുതപ്പെടുന്നത്. എന്താണ് ഈ കടലിൻ്റെ പേര്? ഇന്ന് 2020 നവംബർ 23. നവംബർ 23 എന്ന തീയതി നാം സാധാരണ എഴുതുന്ന രീതിയുടെ പ്രത്യേകത കാരണം ഈ ദിനം എല്ലാ വർഷവും ഒരു പ്രശസ്ത വ്യക്തിയുടെ ദിനമായാണ് ആചരിക്കാറുള്ളത്. ഇന്ന് നാം എല്ലാവരും ഉപയോഗിച്ചു വരുന്ന ഒരു സംഭവത്തിന് കൂടുതൽ പ്രശസ്തി കൈവന്നത് യൂറോപ്യനായ ഈ വ്യക്തി കാരണമാണ്. ആരാണ് ഈ വ്യക്തി? സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു കൊളാഷ് ചിത്രം കാണുവാൻ സാധിക്കും. 4 ചിത്രങ്ങളാണ് അതിലുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന 4 ചിത്രങ്ങളെയും ഒരു വാക്കുമായി ബന്ധിപ്പിക്കുക. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാൽ ഗംഗാധർ തിലക് ആ ചിത്രത്തിലുണ്ട്. അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ് ഉണ്ട്. അതുപോലെ ഒരു ട്രാക്ടറിൻ്റെ ചിത്രം അതിലുണ്ട്. അതുപോലെ ഒരു ട്രോഫിയുടെ ചിത്രം കൂടിയുണ്ട്. ഈ 4 കാര്യങ്ങളിലെ കൂടി ഒരു വാക്കിലേക്ക് ബന്ധിപ്പിക്കുക.